പെണ്ണ് കാണാൻ വന്നല്ലോ. ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ച എന്താണെന്ന് അറിയാമോ? ഈ കൂടെ വന്ന ആളെന്നാ വിചാരിച്ചത്. അപ്പൊ കൂടെ വന്ന മറ്റേ ആളില്ലേ, അയാളെ ഞാൻ ചെറുക്കനെന്ന് വിചാരിച്ചത്. അല്ല, അതെന്റെ ചേട്ടനായിരുന്നു. ചേട്ടനായിരുന്നോ? അല്ല, അങ്ങനെ വിചാരിച്ചു പോയി. ആണല്ലേ? ഓ, ഇനിയിപ്പോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ പാരസെറ്റമോൾ ചോദിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോ അവര് പറയും പാരസെറ്റമോൾ ഇല്ല, ഡോള മതിയെന്ന് ചോദിക്കും. പിന്നെ നമ്മള് ഡോള ഇങ്ങനെ വാങ്ങും, നമുക്ക് പനി മാറിയാ പോരെ. ഞാൻ ചെറുപ്പത്തിലെ ബഹുമാനവും ആദരവും പഠിപ്പിച്ചാണ് അവനെ വളർത്തിയത്. മനസ്സിലായില്ലേ? അതായത് എന്റെ പെങ്ങൾ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഇവിടെ തൊഴിക്കും, കുഞ്ഞു തൊഴിക്കും. തൊഴിച്ചിട്ട് ഇവൻ തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴേ അവർക്ക് തൊഴിച്ചത് തെറ്റായി പോയല്ലോ. തിരിഞ്ഞ് വന്ന് തൊട്ടെഴുതിട്ടാവും പോകും. അവിടെ തുടങ്ങി അനുസരണം, അവിടെ തുടങ്ങി ഇപ്പോഴും അവനെ അതുപോലെ ഞാൻ വളർത്തുന്നു. പിന്നെ ചെറിയൊരു കുസൃതി അവൻ കാണിച്ചു. അതെന്തുവാ ആ ചെറിയ കുസൃതി? എന്താന്ന് അറിയാമോ? ATM കൗണ്ടർ കുത്തി തുറന്നു, പൈസ മോഷ്ടിച്ചു. ഈ ഒരു സംഭവേ അമ്മാവന്റെ വകയായിട്ട് അവന് കിട്ടിയോ. പക്ഷെങ്കിൽ എന്റെ കുഞ്ഞവിടെ ഊരിപ്പോരും. എന്നറിയോ? അവനിപ്പോഴും ജയിലില്ല, ഊരി പോരും. ഇരുന്നാ മതി, ജയിലിൽ അവന് ഊരിപ്പോരും. കാരണം അവന് ഇന്നലെ തുടങ്ങിയതല്ലേ മോഷണം. ചേട്ടാ, നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചോ? ഡെയിലി നാട്ടുകാർ വിളിക്കുന്നുണ്ട്, ഇനി ഞാനൂടെ വിളിക്കാം. അതല്ല ചോദിച്ചത്. നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചിട്ട് എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്തിന്? ഒരു പ്രോഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാ, അല്ലാതെ കസ്റ്റമറിനല്ല. എന്തായാലും ആ കരുതി നിങ്ങൾ ഭാഗ്യവാനാ. പൊട്ടിപ്പോയ കമ്പനിയുടെ പ്രോഡക്റ്റ് ആര് വന്ന് സർവീസ് ചെയ്യാൻ? നിന്റെ അച്ഛന് വാഴ കൃഷി ഉണ്ടായിരുന്നോടി? അയ്യോ, എങ്ങനെ മനസ്സിലായി? അല്ലേ പിന്നെ 5 അടി പൊക്കത്ത് ഇതുപോലെ ഒരു വാഴ ഇവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. എന്ത് ചെയ്യുന്നു? ഇതൊക്കെ പറഞ്ഞു കിടക്കേണ്ട കാര്യം കേട്ടോ. ടെക്കിയാന്നാ പറഞ്ഞത്. ടെക്കിന്ന് വെച്ചാ ഡേറ്റ എൻട്രിയുടെ പരിപാടി നമ്മുടെ കാക്കനാട് ഇൻസുലിൻ പാർക്ക്. എന്ത് ശമ്പളം കിട്ടും? 3.5 ലക്ഷം രൂപയുടെ സാലറി ഉണ്ട്. 3.5 ലക്ഷം രൂപ. എന്നിട്ടാണ് 2 കറിവേപ്പിലേക്ക് തെണ്ടി കിടക്കുന്നത്. വേറൊന്നും കൊണ്ട്. എന്തായിരുന്നു ചേട്ടന്റെ ജോലി? ഞാന് പിന്നെ എടി ടാങ്ക് ശരിയായോ? ജോലി മനസ്സിലായി. ജോലിയിലല്ലോ നമ്മുടെ കാര്യം. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ? എങ്ങനെയുണ്ട്? ഓ, സത്യം പറഞ്ഞാൽ നല്ല നാട്ടുകാരും നല്ല അന്തരീക്ഷവും കാര്യങ്ങളും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ വീട്ടിലെ സ്ത്രീകളോടും സംസാരിച്ചു. സ്ത്രീകളോട് എല്ലാവരോടും സംസാരിച്ചു. ഒരു പുരുഷനോട് പോലും അതിന്റെ ആവശ്യം ഉണ്ടല്ലോ. കാര്യം പിടിച്ചു. എന്താ? നമ്മുടെ സൊസൈറ്റിയിലെ 80% സ്ത്രീകളും ഹൗസ് വൈഫുകളാണ്. ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരു സെൻസസ് എടുത്തായിരുന്നു. എന്നായിരുന്നു? ഇതിന് 80% പുരുഷന്മാരും വൈഫ് ഹൗസിലാ. വൈറ്റ് അടിച്ചാൽ കുഴപ്പമുണ്ടോടാ? എന്നെ പൊന്നു മോനെ അടിക്കരുത്. അത് വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. അത് വിയർത്ത് നമ്മൾ ആദ്യത്തെ ഒരു സുഖമേ ഉള്ളൂ. കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അതിന് വൈറ്റ് അടിച്ച വല്ലതും കുഴപ്പമുണ്ടോന്ന്? മതില്ല. ആശാൻ വിളിച്ച് പറഞ്ഞ വൈറ്റ് സിമെന്റ് അടിക്കണമെന്നേ പറഞ്ഞോളൂ. അത് ഏത് കളറാ അത് പറഞ്ഞോ?